ഹലോ ഗായ്സ്, വെൽക്കം ടു K2 Cracked. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ K2 സ്റ്റുഡൻസിനുള്ള സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഓരോ മൊഡ്യൂളിലും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, പഠിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിൻ്റെ കോഴ്സ് കോഡ് വന്നിട്ട് EST 120 ആണ് വരുന്നത്. സോ നമ്മളിവിടെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മെക്കാനിക്കൽ ആൻഡ് സിവിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സിവിൽ ആൻഡ് മെക്കാനിക്കൽ. സോ നമ്മൾ ബേസിക്കലി ഇവിടെ മൊത്തം 6 മൊഡ്യൂൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് 3 മൊഡ്യൂൾസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിവിലിനെ പറ്റിയിട്ടും അത് കഴിഞ്ഞിട്ടുള്ള 3 മൊഡ്യൂൾസ് നമ്മൾ മെക്കാനിക്കലിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സിവിലിലേക്ക് വന്നു കഴിയുമ്പോൾ സിവിൽ ആക്ച്വലി ഒരു പക്ക ഒരു തിയറി സബ്ജക്റ്റാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കൂടുതലും തിയറിയാണ് നമ്മൾ സിവിലിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 നമുക്ക് കാണാൻ സാധിക്കുക റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ എൻഷുറിംഗ് സേഫ്റ്റി, ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, പല ടൈപ്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, സൈറ്റ് സെലക്ഷൻ, കമ്പോണൻസ്, അതിൻ്റെ ഫിഗേഴ്സ്, റെലവൻസ് ഓഫ് NBC, KBR ആൻഡ് CRZ നോംസ്, അതുപോലെ തന്നെ പ്ലിന്ത് ഏരിയ, ബിൽട്ടപ്പ് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ. സോ ഇത്രയും ടോപ്പിക്സാണ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഈ ഒരു സിവിലിൻ്റെ തിയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഹെഡിങ് എഴുതുക, ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്യുക, ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വരുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. സോ നമ്മൾ ഒരിക്കലും സിവിൽ എഴുതുമ്പോൾ നമ്മൾ ചുരുക്കാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല, ഒരു മടുപ്പ് തോന്നാൻ പാടില്ല. സോ സിവിലിന് എപ്പോഴും കണ്ടൻറ്റ് ഉള്ള പോലെ വേണം നമ്മൾ എഴുതി വെക്കാനായിട്ട്. സോ ഒരിക്കലും ഒരു പിശുക്കി നമ്മൾ എഴുതാൻ പാടില്ല. മാക്സിമം കണ്ടൻറ്റ് നമുക്ക് അതിനകത്ത് എഴുതാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. സോ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുക, ഇപ്പോൾ റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് എടുക്കുക. അപ്പോൾ ആ ടോപ്പിക്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഫിഗേഴ്സ്, അതേപോലെ തന്നെ ഇപ്പോൾ ഫിഗേഴ്സ് ഇല്ലെങ്കിൽ കൂടെ ഒരു 6-7 പോയിൻ്റ് നമ്മൾ തറാക്കുക, എന്നിട്ട് ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. സോ എന്നിട്ട് ആ ഒരു സാധനം എലാബറേറ്റ് ചെയ്യുന്നതാണ് നമ്മളൊരു സിവിലിൻ്റെ പഠിക്കാനുള്ളൊരു എളുപ്പമുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് ഫിഗേഴ്സ് ഉള്ള സംബന്ധത്തിന് ഫിഗേഴ്സ് വിടാണ്ടിരിക്കുക, ഫിഗേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. സോ അങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിക്കുക. സോ മൊഡ്യൂൾ 2 വന്നു കഴിയുമ്പോൾ നമുക്കറിയാം സർവേയിങ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ടൈപ്സ് ഉണ്ട്. സിമെൻറ്റ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. സോ അവിടെ കുറേ മെറ്റീരിയൽസിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. സോ ആ മെറ്റീരിയൽസിനൊക്കെ പറ്റിയുള്ള ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷൻസ് പഠിച്ചു വെക്കുക. സോ ആൻഡ് ഓൾസോ നമുക്ക് അതിനകത്ത് ഒരു അറിവുണ്ടായിരിക്കുക. നമുക്ക് എലാബറേറ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യമേ നമുക്ക് കുറച്ച് അറിവുണ്ടെങ്കിൽ നമുക്ക് എലാബറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതിൻ്റെ കോൺസെപ്റ്റ്സൊക്കെ നമ്മൾ പഠിക്കുക, റെഫർ ചെയ്യുക. സോ മൊഡ്യൂൾ 3 വന്നു കഴിയുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തന്നെ ചോദിക്കാണ്ട് വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട്, അതിൻ്റെ ഫിഗർ ആൻഡ് എക്സ്പ്ലനേഷൻ. സോ വളരെ എളുപ്പമുള്ളതാണ്, നമ്മളൊന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നുള്ളൂ. MEP, HVAC, എലവേറ്റേഴ്സ്, എസ്കലേറ്റേഴ്സ്, റാംസ്. സോ ഇത്രയും കാര്യങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസ്. സോ ഇതൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫിഗേഴ്സൊക്കെ വരയ്ക്കാം എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. സോ വളരെയധികം സിമ്പിളാണ്. അതുപോലെ തന്നെ ഗ്രീൻ ബിൽഡിങ്സ് എന്താണ്, അതൊരു വേറൊരു ടോപ്പിക്കാണ് അതിനകത്ത്. പിന്നെ റൂഫ്സ് ആൻഡ് ഫ്ലോസിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ. നമ്മൾ ഈ സിവിൽ പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കാനായിട്ടും നമുക്ക് ഉള്ളിലൊരു കോൺസെപ്റ്റിൽ നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റി കോൺസെപ്റ്റ് നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഓരോ ടോപ്പിക്ക് എടുക്കുക, അതിനകത്ത് 5-6 പോയിൻ്റ് തറവാക്കി വെക്കുക, ആൻഡ് അതല്ലെങ്കിൽ ഒരു കോഡ് വെച്ചിട്ട് ഓർത്ത് വെക്കുക, എന്നിട്ട് അത് എലാബറേറ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് സിവിൽ നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിവിടുന്ന് മെക്കാനിക്കലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ കുറച്ചും കൂടെ ഡെറിവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. സോ മൊഡ്യൂൾ 4 തന്നെ നമുക്ക് കാർനോട്ട്, ഓട്ടോ, ഡീസൽ സൈക്കിൾസ് ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കും, ഇതിൻ്റെ ഡെറിവേഷൻസ്, എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം. അതുപോലെ സ്ട്രോക്ക് എഞ്ചിൻസ്, 2 സ്ട്രോക്ക്, 4 സ്ട്രോക്ക് എഞ്ചിൻസിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ CRD, MBFI, അതാണ് മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ മൊഡ്യൂൾ 5 വന്നു കഴിയുമ്പോഴത്തേക്കുള്ള റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ, റെഫ്രിജറേറ്ററിൻ്റെ ഒരു പോർഷൻ. പിന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സിനെ പറ്റിയുള്ള പോർഷൻ. അതുപോലെ തന്നെ ടർബൈൻസിനെ, പമ്പ്സ് ആൻഡ് ടർബൈൻസ്, അത് 2 പോർഷൻ. പെൽട്ടോൺ ടർബൈൻ എന്താണ്, ഫ്രാൻസിസ് ടർബൈൻ, കെപ്ലൻ ടർബൈൻ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്. പിന്നെ ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സിനെ പറ്റി, അതേപോലെ തന്നെ സിംഗിൾ പ്ലേറ്റ് ആൻഡ് ക്ലച്ചസ്. സോ ഇത്രയാണ് മൊഡ്യൂൾ 5 നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ മൊഡ്യൂൾ 6 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഇതൊന്നും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ, ഫിഗറിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഒരു മനസ്സിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഫിഗേഴ്സ് നമുക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓർത്തെടുക്കാൻ എളുപ്പമുള്ള ഒരു പോർഷനാണ്. അതുപോലെ തന്നെ ആർക്ക് വെൽഡിംഗ് എന്നാണ്, സോൾഡറിങ്, ബ്രേസിങ്, ടേണിങ്, ഡ്രില്ലിങ്, മില്ലിംഗ് ആൻഡ് ഗ്രൈൻഡിങ്, അതുപോലെ തന്നെ CNC മെഷീൻസ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് CAD ആൻഡ് CAM. സോ ഇത്രയും പോർഷൻസാണ് മൊഡ്യൂൾ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
സോ അതാണ് നമ്മുടെ മെക്കാനിക്കൽ ആൻഡ് സിവിലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്സ്. സോ നമുക്ക് നോട്ട്സ് ആൻഡ് റിസോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ചെക്കൗട്ട് ചെയ്യാൻ മറക്കല്. സോ അത്രയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.